Hi friends, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിന്റെ റെസിപ്പിയാണ്. റവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ അപ്പം അരമണിക്കൂർ കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ റവയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇവിടെ ഞാൻ അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പത്തിന്റെ മാവ് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വറുത്ത റവയാണ് ഉള്ളതെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വറുത്ത റവ വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിരകിയ നാളികേരം നമുക്ക് 1/2 കപ്പ് തുടങ്ങി 1/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിട്ട് പൊങ്ങി വന്നതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ വിരൽ മുക്കി നോക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്ന ചൂട്, ആ ഒരു പാകത്തിനുള്ള ചൂടേ ആകാവൂ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാകൂ കേട്ടോ. റവ അളന്നെടുത്ത സെയിം കപ്പിന് തന്നെ 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വെള്ളം പോരെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ അരച്ചെടുത്ത മാവ് നമുക്ക് ഫെർമെന്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 15 തുടങ്ങി 20 മിനിറ്റ് വരേക്ക് മതിയാകും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് അപ്പത്തിന്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ മാവ് ഫെർമെന്റ് ആയിട്ട് വരാൻ കുറച്ചുകൂടി ടൈം എടുക്കും. എന്നാലും മാവ് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫെർമെന്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ തവയിലേക്ക് വേണം നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. തവയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ദോശയ്ക്ക് പരത്തുന്ന പോലെ പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ തവ നന്നായിട്ട് ചൂടായിട്ടിരുന്നാൽ മാത്രമേ ഇതേപോലെ നിറയെ ഹോൾസ് വരികയുള്ളൂ. ഇങ്ങനെ നിറയെ ഹോൾസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് അപ്പം കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പം കുക്കായി കിട്ടുവാൻ നമുക്ക് ഒരു 30 സെക്കൻഡ്സ് ഒക്കെ മതിയാകും. അടുത്ത അപ്പം തയ്യാറാക്കുമ്പോഴും തവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ പരത്താതെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. നിറയെ ഹോൾസ് വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് അപ്പം കുക്ക് ചെയ്തെടുക്കാം. അപ്പച്ചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ അപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി അപ്പം റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, നിറയെ ഹോൾസ് ഒക്കെയുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. അപ്പം തണുത്തു കഴിഞ്ഞാലും ഇതേ സോഫ്റ്റ്നെസ്സോടെ തന്നെ ഇരിക്കും. സാധാരണ നമ്മൾ പച്ചരിയിൽ തയ്യാറാക്കുന്ന അപ്പത്തിന്റെ അതേ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഈ അപ്പത്തിനും ഉണ്ടാകും. സാധാരണ അപ്പത്തിന്റെ കൂടെ കഴിക്കുന്ന എല്ലാ കറികളും നമുക്ക് ഈ ഒരു അപ്പത്തിന്റെ കൂടെയും കഴിക്കാം. ഈ അപ്പം കറികളൊന്നുമില്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ ഈസിയായും ടേസ്റ്റിയായും തയ്യാറാക്കാൻ കഴിയുന്ന ഈ റവയപ്പം തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.